ഹായ് ഓൾ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ലീഗൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യനുമാണ്. ലീഗൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ലീഗൽ റീസണിങ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രിൻസിപ്പിളും ഒരു ഫാക്ച്വൽ സിറ്റുവേഷനും തന്നിട്ട് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കണം. അതാണ് ലീഗൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾ, നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് ട്വൈസ്. അതായത് ഒരു സെയിം ഒഫൻസിന് തന്നെ ഒരു മനുഷ്യനും ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യുകയോ പണിഷ് ചെയ്യാനോ പാടില്ല. ഇതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി സിറ്റുവേഷൻ നോക്കാം. സിറ്റുവേഷൻ ഇതാണ്. ആദിത്യ, എ ക്ലെപ്റ്റോമാനിയാക്, വാസ് ആൻ അക്വൈൻറ്റൻസ് ഓഫ് ഭാനു പ്രതാപ് ആൻഡ് വിസിറ്റഡ് ഭാനു പ്രതാപ്സ് ഹോം ഓൺ വീക്കെൻഡ്സ്. വൺ ഡേ ഭാനു പ്രതാപ് വാസ് അൺഎബിൾ ടു ഫൈൻഡ് ഹിസ് വാച്ച് ആഫ്റ്റർ എ വിസിറ്റ് ഫ്രം ആദിത്യ. Ultimately, Bhanu Pratap informed the police about the missing watch and the persons who had been to his room. The police, among others, made a search on person of Aditya and found the watch in his pocket. At his trial, the court found him guilty of theft and sentenced him to 3 months in prison. After completing the sentence, Aditya went to Bhanu Pratap's home to apologize for his conduct. After Aditya left, it was discovered that Bhanu Pratap's watch was missing. Aditya informed the police, who located the watch from Aditya's home. Can Aditya be prosecuted for theft? സിറ്റുവേഷൻ പറയുന്നത് ആദിത്യ എന്ന ആൾ ക്ലെപ്റ്റോമാനിയക്കാണ്, അതായത് മോഷണ തൽപരനാണെന്ന് പറയാം. അപ്പോൾ ഇയാൾ ഭാനു പ്രതാപിനെ അറിയും, അയാളുടെ വീട്ടിലെന്നും ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ വീട്ടിൽ ചെല്ലുന്നു. ഇയാൾ പോയതിന് ശേഷം ഈ ഭാനു പ്രതാപിൻ്റെ വാച്ച് കാണാതെയാവുന്നു. ഭാനു പ്രതാപ് പോലീസിൽ ഇൻഫോം ചെയ്യുകയും ഒടുവിൽ ആദിത്യയെ പിടിക്കുകയും ചെയ്യുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്ന് വാച്ച് ലഭിക്കുന്നു. അങ്ങനെ കോടതി ഇയാളെ 3 മാസത്തേക്ക് ശിക്ഷിച്ചു. അതിനുശേഷം ഇയാൾ വീണ്ടും ഭാനു പ്രതാപിൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യാനായിട്ട് ചെല്ലുന്നു. വീണ്ടും അയാൾ പോകുമ്പോൾ എന്താണ്, വാച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനും പണിഷ് ചെയ്യാനും സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇയാളൊരു ക്ലെപ്റ്റോമാനിയക്കാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഓപ്ഷൻ എ പറയുന്ന നോ, ഹി ഹാസ് ഓൾറെഡി ബീൻ പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ തെഫ്റ്റ് ആൻഡ് കനോട്ട് ബി പണിഷ്ഡ് ഫോർ ദ സെയിം അഗെയിൻ. ഓപ്ഷൻ ബി പറയുന്ന നോ, ഹി ഈസ് എ ക്ലെപ്റ്റോമാനിയാക് വിത്ത് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ഓഫ് സ്റ്റീലിംഗ് ആൻഡ് ദെയർഫോർ കനോട്ട് ബി ഫൗണ്ട് ഗിൽറ്റി. ഓപ്ഷൻ സി പറയുന്ന യെസ്, ഹി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ബിക്കോസ് ഹി ഹാസ് കമ്മിറ്റഡ് 2 സെപ്പറേറ്റ് ആക്ട്സ് ഓഫ് തെഫ്റ്റ്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്, യെസ്, ഹി ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ബിക്കോസ് ദ റിക്കവറി ഓഫ് ദ സ്റ്റോളൻ ഗുഡ്സ് ഇൻ ഈച്ച് കേസ് ഹാസ് ബീൻ ഫ്രം സെപ്പറേറ്റ് പ്ലേസസ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിൻസിപ്പിളുമായിട്ട് ചേർന്ന് നോക്കുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അയാൾ ഓൾറെഡി തെഫ്റ്റിന് പണിഷ് ചെയ്തിരുന്നു, പക്ഷേ പിന്നീട് വീണ്ടും വേറൊരു ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്. സെയിം ഒഫൻസിലാണ് ഒരാളെ 2 തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ പണിഷ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആദ്യം ചെയ്ത തെഫ്റ്റിനല്ല, രണ്ടാമത് വീണ്ടും ഒരു തെഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പിൾ, nothing is an offense which is done by a person who at the time of doing it is by reason of intoxication, incapable of knowing the nature of the act, or that he is doing what is either wrong or contrary to law, provided that the thing which intoxicated him was administered to him without his knowledge or against his will. ഫാക്ച്വൽ സിറ്റുവേഷൻ ഇതാണ്. അഭിനവ് വാസ് ഹാവിങ് എ ഗെറ്റ് ടുഗദർ വിത്ത് ഹിസ് ഓൾ ഫ്രണ്ട്സ് ആൻഡ് ഓൺ ഹിസ് ഫ്രണ്ട്സ് സജഷൻ ഹി കൺസ്യൂംഡ് സം ആൽക്കഹോൾ. ഓൺ ഹിസ് വേ ബാക്ക് ടു ഹോം at night, Abhinav heard some footsteps and turning back he imagined he saw a figure moving towards him with a spear. In fact, it was only a man, Bhavish, with an umbrella, who was telling Abhinav to walk carefully since Abhinav appeared to be unsteady. However, Abhinav proceeded to attack Bhavish with an iron and leading to grave injuries to Bhavish. Is Abhinav guilty of causing grievous hurt to Bhavish? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇൻടോക്സിക്കേഷൻ മൂലം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അയാൾ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്നത് അയാളുടെ സമ്മതമോ അയാളുടെ അറിവോ ഇല്ലാതെയാണ് അയാൾക്ക് ഇൻടോക്സിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
ഇനി സിറ്റുവേഷനിലേക്ക് പോകുമ്പം അതായത് അഭിനവ് എന്ന് പറഞ്ഞ ആൾ ഗെറ്റ് ടുഗദറിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയും അയാൾ രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തോ വരുന്നത് കണ്ട് നോക്കി. അപ്പം അത് ശരിക്കും ഭവിഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാൾ എന്താ സൂക്ഷിച്ചു പോകണമെന്ന് പറയാനായിട്ട് വന്നതാണ്. പക്ഷേ അഭിനവ് എന്താണ് ചെയ്യുന്നത്? ഇയാളെ അറ്റാക്ക് ചെയ്യുന്നു, ഗ്രീവിയസ് ഹേർട്ട് വരുത്തുന്നു. അപ്പം ഇതിലെ ചോദ്യം ഈസ് അഭിനവ് ഗിൽറ്റി ഓഫ് ഗ്രീവിയസ് ഹേർട്ട് ടു ഭവിഷ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, നോ, അഭിനവ് is not guilty because in his intoxicated state the umbrella appeared a spear to him and he exercised his right of private defense. Option B, no, Abhinav is not guilty because Bhavish could have attacked Abhinav with his umbrella. Option C, no, Abhinav is not guilty because he was intoxicated on the suggestion of his friends and was incapable of knowing that he was savagely attacking a man who was carrying only an umbrella. And option D, yes, Abhinav is guilty because he got intoxicated voluntarily and under the effect of this voluntary intoxication he attacked and caused grievous hurt to Bhavish, who posed no threat to him in fact. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവിടെ അഭിനവ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന അയാളുടെ അറിവോട് കൂടിയാണ് അയാൾ സ്വയം ഫ്രണ്ട്സിൻ്റെ സജഷനിൽ അയാൾക്കറിയാം താൻ ആൽക്കഹോളാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നാണ്. പക്ഷേ നമ്മൾ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നത് അയാളുടെ സമ്മതമോ അറിവോ ഇല്ലെങ്കിൽ മാത്രമാണ് അയാൾ ചെയ്യുന്ന ഒഫൻസിന് അയാൾ പണിഷബിൾ അല്ലാതിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഇയാൾ പണിഷബിൾ ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ക്യാൻ അപ്പോയിൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്? ഓപ്ഷൻ എ, സുപ്രീം കോർട്ട്. ഓപ്ഷൻ ബി, ഹൈക്കോർട്ട്. ഓപ്ഷൻ സി, സെൻട്രൽ ഗവൺമെൻറ്. ആൻഡ് ഓപ്ഷൻ ഡി, സ്റ്റേറ്റ് ഗവൺമെൻറ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈക്കോർട്ട്. അടുത്തത്, വെൻ സുപ്രീം കോർട്ട് കർബ്ഡ് ദി വർക്കിംഗ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹസാർഡിയസ് ഇൻഡസ്ട്രീസ്? ഓപ്ഷൻ എ 1994, ഓപ്ഷൻ ബി 1996, ഓപ്ഷൻ സി 1995 ആൻഡ് ഓപ്ഷൻ ഡി 1997. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1996. നെക്സ്റ്റ്, capital punishment is based on the permission of option A, Supreme Court, option B, High Court, option C, Central Government and option D, State Government. Correct answer option B ആണ്, High Court. അടുത്തത്, in which year Supreme Court was established? Option A 1960, option B 1955, option C 1947 and option D 1950. Correct answer 1950 ആണ്. അടുത്തത്, ഹു ക്യാൻ അപ്പോയിൻറ്റ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി ഹൈക്കോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെൻറ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈക്കോർട്ട്. അടുത്തത്, ദ സബോർഡിനേറ്റ് കോർട്ട്സ് ആർ മോർ പോപ്പുലർലി നോൺ ആസ്? ഓപ്ഷൻ എ സുപ്രീം കോർട്ട്, ഓപ്ഷൻ ബി ഡിസ്ട്രിക്ട് കോർട്ട്, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ് ആൻഡ് ഓപ്ഷൻ ഡി ഹൈക്കോർട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസ്ട്രിക്ട് കോർട്ട്സ്. അടുത്തത്, വാട്ട് ഈസ് എ ഫോറിൻ കോർട്ട്? Option A, courts in another countries like UK, USA. Option B, court of jury. Option C, court of equity. And option D, labor courts. Correct answer option A ആണ്. Which high court has the highest number of benches in India? Option A, Lucknow High Court. Option B, Kolkata High Court. Option C, Mumbai High Court. And option D, Guwahati High Court. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗുവാഹത്തി ഹൈക്കോർട്ട്. അടുത്തത്, അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ് ഹാസ് ബീൻ ഡെലിഗേറ്റഡ് ടു ജുഡീഷ്യറി? ഓപ്ഷൻ എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ സി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി സിവിൽ റൈറ്റ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആർ ലേബർ കോർട്ട്സ്? ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ്, ഓപ്ഷൻ ബി നോൺ ജുഡീഷ്യൽ, ഓപ്ഷൻ സി പ്രൊഫഷണൽ ആൻഡ് ഓപ്ഷൻ ഡി ജുഡീഷ്യൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജുഡീഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ദാറ്റ് ദർ ഷാൽ ബി എ ഹൈക്കോർട്ട് ഫോർ എവറി സ്റ്റേറ്റ്സ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 214, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 83, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 285 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 57. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 214. അടുത്തത്, വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫീസർ ഓഫ് ലേബർ കോർട്ട്? ഓപ്ഷൻ എ ഹൈക്കോർട്ട് ജഡ്ജ്, ഓപ്ഷൻ ബി ഷുഡ് ഹാവ് ഹെൽഡ് എനി judicial officer in India for not less than 7 years. Option C, experience of 3 years of district judge. Option D, all of these. Correct answer option D ആണ്. അടുത്ത, due to any reason when both the post of president or vice president falls vacant at that time,
dash or dash performs the duty as the president. Option A, Prime Minister and Cabinet. Option B, Speaker of Lok Sabha and Governor. Option C, Prime Minister and Governor. Option D, Chief Justice and Senior Most Justice of Supreme Court. Answer option D ആണ്. അടുത്ത question. The cases involving the interpretation of the Constitution are decided only by option A, Supreme Court, option B, District Court, option C, Civil Court and option D, High Court. Correct answer, Supreme Court of India ആണ്. അടുത്തത്, as per Article 134, there is a provision to make an appeal in Supreme Court for criminal cases. This statement is option A, false, option B, true. Answer true ആണ്. അടുത്തത്, dash which handles marriage and family affairs disputes. Option A, Supreme Court, option B, High Court, option C, Family Court and option D, Civil Courts. Correct answer option C ആണ്, Family Court. അടുത്തത്, who can form Judicial Magistrate Court? Option A, High Court, option B, Central Government, option C, State Government and option D, Supreme Court. Correct answer option C ആണ്, State Government. അടുത്ത question, it is extremely necessary that dash should remain free from the influence of government and administrative system. Option A, executive body, option B, judiciary, option C, none of these and option D, cabinet. Answer judiciary ആണ്. അടുത്തത്, who is authorized to appoint public prosecutor for every district of the state? Option A, High Court, option B, State Government, option C, Supreme Court and option D, Central Government. Correct answer option B ആണ്, State Government. അടുത്തത്, dash decides the limitation of powers of Central Government and State Government. Option A, executive system, option B, president, option C, judiciary and option D, working committee. Correct answer option C ആണ്, judiciary. അടുത്തത്, who appoints the judges of district court? Option A, CM of the state, option B, Supreme Court judge, option C, governor of the state and option D, president of India. Correct answer governor of the state ആണ്. അടുത്തത്, to become judge of Supreme Court, one needs to be a citizen of India. This statement is true or false? Answer true ആണ്. Then when was first High Court established in India? Option A, 1862, option B, 1962, option C, 1960 and option D, 1950. Correct answer option A ആണ്, 1862.